BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഗതാഗത ടെലികോം മന്ത്രി മുഹമ്മദ് ബിൻ ധാമിർ അൽ കബി സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് സർവീസ് കാര്യമന്ത്രി സാലിഹ് ബിൻ നാസർ അൽ ജാസറുമായി കൂടിക്കാഴ്ച നടത്തി. സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി റിയാദിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ ഏവിയേഷൻ 3ാമത് സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. ബഹ്റൈനും സൗദിയും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തുകയും ഗതാഗത മേഖലകളിലടക്കം കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ അസീസ് അൽ ദുവലൈജുമായും ടെലികോം മന്ത്രി മുഹമ്മദ് ബിൻ ധാമിർ അൽ കബി കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ സന്ദർശനത്തിനെത്തിയ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ഫെഡറൽ അസംബ്ലി ആസ്ഥാനം സന്ദർശിച്ചു. അസംബ്ലി ചെയർമാൻ പേഴ്സൺ വൽഡിന മഡ്ഫിൻകോയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹമദ് രാജാവിനെ സ്വീകരിച്ചു. റഷ്യ സന്ദർശിക്കാനും പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ചയും ചർച്ചയും നടത്താനും ബഹ്റൈനും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധം ശക്തിപ്പെടുത്താനും സാധിച്ചതിൽ തനിക്കേറെ സന്തോഷം നൽകിയതായി അദ്ദേഹം സന്ദർശക പുസ്തകത്തിൽ കുറിച്ചു. ഫെഡറൽ അസംബ്ലി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തു. റഷ്യയുടെ വികസനത്തിനും പുരോഗതിക്കും കൂടുതൽ സേവനങ്ങൾ നൽകാൻ വരും കാലങ്ങളിൽ ചെയ്യാൻ സാധ്യമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. റഷ്യൻ ഭരണകൂടത്തിന് പിന്തുണ നൽകുകയും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിൽ അസംബ്ലിയുടെ പങ്കിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ബഹ്റൈനിലെ പാർലമെന്റ് സംവിധാനത്തിന്റെ വളർച്ചയും നേട്ടവും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. രാജ്യത്തിന്റെ വളർച്ചയിലും വികാസത്തിലും പാർലമെന്റ് വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമദ് രാജാവ് ഫെഡറൽ അസംബ്ലി ആസ്ഥാനം സന്ദർശനത്തിലുള്ള നന്ദിയും കടപ്പാടും വൽഡിന മഡ്ഫിൻകോ അറിയിക്കുകയും ചെയ്തു. വ്യാജരേഖ ചമയ്ക്കുകയും സാമ്പത്തിക വെട്ടിപ്പ് നടത്തുകയും ചെയ്ത 3 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. സാമൂഹികക്ഷേമകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ് കോടതി നടപടി നേരിടുന്നത്. ഉദ്യോഗസ്ഥരിൽ ഒരാൾ വിരമിച്ചയാളാണ്. ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം കാണിക്കുകയും പൊതുമുതൽ കൈക്കലാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പ്രതികളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ഇവരെ റിമാൻഡ് ചെയ്യാനും കോടതി നടപടികളിലേക്ക് നീങ്ങാനും പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചയാളെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. വാഹനമില്ലെന്ന് ഉറപ്പാക്കാതെ കിങ് ഹമദ് കോസ്വേയിൽ ലൈൻ മാറുകയും അതുവഴി ഗതാഗത തടസ്സവും മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്തുവെന്നാണ് കേസ്. ട്രാഫിക് വിഭാഗത്തിന്റെ പരാതിയെ തുടർന്ന് ട്രാഫിക് വിഭാഗം പ്രോസിക്യൂഷൻ ഡ്രൈവറെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയും ലഹരിക്കടിമപ്പെട്ടാണ് വാഹനം ഓടിച്ചതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കോടതിയിൽ കേസ് പരിഗണിക്കും വരെ ഇയാളെ റിമാൻഡിൽ വയ്ക്കാനാണ് ഉത്തരവ്. CBSE പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ആദരിച്ചു. SNCS ഓഡിറ്റോറിയത്തിൽ ചെയർമാൻ സുനി സുശീലൻ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മെമന്റോകൾ നൽകി. ജനറൽ സെക്രട്ടറി VR സജീവൻ സ്വാഗതം പറഞ്ഞു. മുഖ്യാതിഥിയും ബഹ്റൈൻ ക്വാളിറ്റി സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ രവി വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും വിദ്യാർത്ഥികൾ അനുവർത്തിക്കേണ്ടതായ കർത്തവ്യങ്ങളെയും സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം വിവരിച്ചു. മുൻ ജനറൽ സെക്രട്ടറി സുരേഷ് കരുണാകരൻ കുട്ടികൾക്കായി മോട്ടിവേഷണൽ സ്പീച്ച് നടത്തി. വിധു ജയകുമാർ അവതാരകരായിരുന്നു. ചെയർമാൻ മികച്ച വിജയം നേടിയ എല്ലാ കുട്ടികളെയും അഭിനന്ദിച്ചു. എല്ലാ വിഷയങ്ങൾക്കും A1 കരസ്ഥമാക്കിയ നയന ഷൈൻ, അക്ഷയ സജീവൻ, നേഹ സജി എന്നിവരെ പ്രത്യേകം അഭിനന്ദിച്ചു. അതോടൊപ്പം ഓരോ വിഷയങ്ങൾക്ക് മാത്രം A2 വാങ്ങി മറ്റു വിഷയങ്ങൾക്കെല്ലാം A1 കരസ്ഥമാക്കിയ നിഹാരിക അജിത്, അസിത ജയകുമാർ എന്നിവരെയും പ്രത്യേകം അഭിനന്ദിച്ചു. കൾച്ചറൽ സെക്രട്ടറി കൃഷ്ണകുമാർ D നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്ന് വ്യാജ കോളുകൾ വിളിച്ചുള്ള തട്ടിപ്പ് സംബന്ധിച്ച് ജാഗ്രത വേണമെന്ന് എംബസി അറിയിച്ചു. എംബസി ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്ന് വ്യക്തിപരമായ വിവരങ്ങളും പേയ്മെന്റുകളും ആവശ്യപ്പെടുകയാണ് തട്ടിപ്പുകാർ ചെയ്യുന്നത്. എംബസിയിൽ നിന്ന് ഇങ്ങനെ ആരും വിളിക്കുകയില്ല. CPR നമ്പർ, പാസ്പോർട്ട് നമ്പർ, വിസ വിവരങ്ങൾ എന്നിവ ഉത്തരക്കാരോട് വെളിപ്പെടുത്തുകയോ പണം അടയ്ക്കുകയോ ചെയ്യരുത്. വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടുന്ന വ്യാജ കോളുകൾ സംബന്ധിച്ച് ജാഗ്രത പുലർത്തണമെന്ന് എംബസി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പറഞ്ഞു. എംബസിയുടെ 24x7 ഹെൽപ്പ് ലൈൻ മൊബൈൽ നമ്പറായ 39418071 എന്ന നമ്പറിൽ നിന്നാണ് പലർക്കും കോളുകൾ വന്നത്. വ്യാജ കോളുകൾ വന്നാൽ എംബസിയെ cons.bahrain.mea.gov.in അല്ലെങ്കിൽ weltu.bahrain@mea.gov.in എന്ന ഇമെയിൽ വഴി അറിയിക്കാം. അവയവദാനത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇടപ്പള്ളി സ്വദേശി സജിത്
ശ്യാമാണ് പിടിയിലായത്. പ്രധാന പ്രതി സാബിത് നാസറുമായി ഇയാൾ ഒട്ടേറെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. സജിത്തിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സാബിത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഇറാനിലുള്ള ഒരു ഡോക്ടറെ ഓൺലൈനിലൂടെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഡോക്ടറുടെ ബന്ധുക്കൾ വഴിയാണ് ശ്രമം. അതേസമയം സാബിത്ത് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോഴും നൽകുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇയാൾ ഉപയോഗിച്ചതായി സംശയിക്കുന്ന വ്യാജ പാസ്പോർട്ടുകൾ കണ്ടെടുക്കാനും ശ്രമം നടക്കുന്നുണ്ട്. അവയവ റാക്കറ്റിന്റെ കണ്ണികളായി പ്രവർത്തിച്ച 8ഓളം മലയാളികൾ നിരീക്ഷണത്തിലാണ്. സാബിത്തുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നവരാണിവർ. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും ഇവർ ഇതുവരെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. സാബിത്തിനെ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്ന 5 പേരുടെ ഫോൺ ഓഫാക്കിയ നിലയിലാണ്. കേസിൽ മുഖ്യ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന കൊച്ചി സ്വദേശി മധു ഇറാനിലാണെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സാബിത്ത് ഇടനിലക്കാരനല്ലെന്നും മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണെന്നും സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാളുമായി ബന്ധമുള്ള സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത്. വാടക വീട്ടിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ഊട്ടുപാറ കുളമാവുകൂട്ടത്തിൽ ആശിഷിനെയാണ് കൊന്നി പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വട്ടക്കാവ് കല്ലിടുക്കിൽ ആര്യ നിലയത്തിൽ അനിൽകുമാറിന്റെയും ശകുന്തളയുടെയും മകൾ ആര്യ കൃഷ്ണയെ പയ്യനാമണയിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആശിഷ് മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായും ആര്യയുടെ പിതാവ് അനിൽകുമാർ കോന്നി പോലീസിൽ മൊഴി നൽകിയിരുന്നു. 3 വർഷം മുൻപാണ് വിദ്യാർത്ഥിനിയായിരുന്ന ആര്യയും ആശിഷും വിവാഹിതരായത്. വ്യാഴാഴ്ച കസ്റ്റഡിയിലെടുത്ത ആശിഷിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഇവർക്ക് 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്. മിമിക്രി ചലച്ചിത്ര താരം കോട്ടയം സോമരാജ് അന്തരിച്ചു. ഏതാനും നാളുകളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. വർഷങ്ങളോളം മിമിക്രി രംഗത്ത് നിറഞ്ഞിരുന്ന സോമരാജ് കാഥികൻ, നടൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ഫാൻഡം, ബാംബു ബോയ്സ്, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ചാക്കോ രണ്ടാമൻ, ആനന്ദഭൈരവി, അണ്ണൻ തമ്പി, കിങ് ലെയർ എന്നീ സിനിമകളിൽ അഭിനയിച്ചു. ഇന്ദ്രപുരാണം എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചു. ടെലിവിഷൻ സ്റ്റേജ് പരിപാടികളുടെ തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു. കാലവർഷത്തിന് മുന്നോടിയായി തന്നെ മഴ കനത്ത സാഹചര്യത്തിൽ ലയങ്ങളുടെ ശോച്യാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ അടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്ന ലക്ഷ്യമിട്ട് വകുപ്പ് നടത്തിവരുന്ന പരിശോധനകളുടെ അവലോകന യോഗത്തിലാണ് ലേബർ കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഇതിനോടകം 58 എസ്റ്റേറ്റുകളിൽ പരിശോധന പൂർത്തിയാക്കി. ഇതിൽ 55 എണ്ണത്തിലും ലയങ്ങളുടെ ശോച്യാവസ്ഥ, കുടിവെള്ള പ്രശ്നം, ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ്, മറ്റ് തൊഴിൽ നിയമ ലംഘനങ്ങൾ എന്നിവ കണ്ടെത്തിയതായി ലേബർ കമ്മീഷൻ. വീഴ്ചകൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ വിശദാംശങ്ങൾ തൊഴിലുടമകളെ വ്യക്തമായി ധരിപ്പിച്ച് ഉടനടി പരിഹാരം കണ്ടെത്തുന്നതിനും നോട്ടീസ് നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 47 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 512 വ്യാപാര കേന്ദ്രങ്ങളിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തിയ 52 സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരം നിർത്തിവെപ്പിച്ചു. 108 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ട് നോട്ടീസും 56 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകി. പാഴ്സലിൽ ലേബൽ കൃത്യമായി പതിക്കാതെ വിതരണം നടത്തിയ 40 സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. ശക്തമായ പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഓറഞ്ച്, യെല്ലോ മുന്നറിയിപ്പുകൾ നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മറ്റ് ദിവസങ്ങളിൽ ഒരു ജില്ലയിലും നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.